സോ പേഴ്സണാലിറ്റി വെച്ച് നമുക്ക് വ്യക്തികളെ ഇൻട്രോവേർട്സ് ആയിട്ടും എക്സ്ട്രോവേർട്സ് ആയിട്ടും ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇൻട്രോവേർട്സ് എന്നാൽ കുറേ കൂടി ഒതുങ്ങി ജീവിക്കുന്ന പ്രൈവറ്റ് ആൾക്കാരാണ്. കുറച്ച് സുഹൃത്തുക്കൾ, ചെറിയ ഒരു സമൂഹം, അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള ഒരു പ്രൈവറ്റ് ലൈഫാണ് ഇഷ്ടം. ചിന്തിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന, ഒതുങ്ങി ജീവിക്കുന്ന ഈ കൂട്ടരെ ഇൻട്രോവേർട്സ് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് ചില പ്രത്യേക എഡ്യൂക്കേഷൻ സ്ട്രീമുകൾ പഠിച്ചാൽ പ്രത്യേക കരിയറിലേക്ക് എത്താൻ പറ്റും. ഏതൊക്കെ കരിയറാണ് ശരിക്കും ഇൻട്രോവേർട്സിന് സ്യൂട്ടഡ് ആയിട്ടുള്ളത് എന്ന കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. സോ അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ആ എപ്പിസോഡ് കാണുക. അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കാർഡായോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി സ്പെക്ട്രത്തിൻ്റെ മറ്റേ അറ്റമാണ്, അതായത് എക്സ്ട്രോവേർട്സ്. ഏതൊരു ആൾക്കൂട്ടത്തിലും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായി വരുന്ന ആൾക്കാരാണ്. ഒച്ചത്തിൽ ചിരിച്ച് ജോക്കടിച്ച് എല്ലാവരുടെയും കൂടെ നിന്ന് വർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് എക്സ്ട്രോവേർട്സ്. ദേ ലൈക്ക് കമ്പനി ഓഫ് അതേഴ്സ്. പല രീതിയിലുള്ള പലതരത്തിലുള്ള ആൾക്കാരിൽ ദേ ആർ കംഫർട്ടബിൾ. അവരുടെ സൗഹൃദ വലയം എന്നുള്ളത് വളരെ വളരെ വലിയതാണ്. അവർക്ക് എന്തും എങ്ങനെയും പെരുമാറാൻ നാണം അത്രയൊന്നുമില്ല. ബട്ട് അഗെയിൻ അത്ര വലിയ കോമാളികളുമല്ല, മറിച്ച് ദേ നോ ദെയർ വർത്ത്. ഓൾസോ ദേ എൻജോയ്. ബാക്കിയുള്ള ആൾക്കാരുമായി അവർക്ക് കൂടുതൽ ഇടപഴകാൻ താല്പര്യമുള്ള കൂട്ടരാണ്. സോ ഇങ്ങനെയുള്ള എക്സ്ട്രോവേർട്സിന് ഏതൊക്കെ കരിയറാണ് നല്ലത്, ഏതൊക്കെ എഡ്യൂക്കേഷൻ കോഴ്സാണ് ചെയ്യേണ്ടത്, അതോടൊപ്പം എന്തുകൊണ്ട് ആ കരിയർ എക്സ്ട്രോവേർട്സിന് വെൽ സ്യൂട്ടഡ് ആകുന്നു എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ കോണ്ടന്റും അത് തന്നെയാണ്. സോ ടു ബിഗിൻ വിത്ത്, ഒരു എക്സ്ട്രോവേർട്ടിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്നുള്ളത് ബാക്കിയുള്ള ആൾക്കാരുമായി സംസാരിക്കാനുള്ള, കൺവേഴ്സ് ചെയ്യാനുള്ള, ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സോ ഇൻട്രോവേർട്സ് ഒഴിഞ്ഞു മാറുമ്പോൾ എക്സ്ട്രോവേർട്സ് ആ ഒരു സോഷ്യൽ ലൈഫിലേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. സോ ആദ്യത്തേത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കരിയർ പാത്താണ്. ഈ ഒരു കരിയർ പാത്താണ് എക്സ്ട്രോവേർട്സിന് വെൽ സ്യൂട്ടഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഏതൊക്കെ എഡ്യൂക്കേഷൻ സ്ട്രീമാണ് ഈ ഒരു മേഖലയിലേക്ക് എത്താൻ സഹായിക്കുന്നത്? ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാർക്കറ്റിംഗ്, അതോടൊപ്പം പബ്ലിക് റിലേഷൻസ്. സോ ഈ മേഖലയിലുള്ള കോഴ്സുകൾ പഠിച്ച കൂട്ടുകാർ തീർച്ചയായിട്ടും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രീമിലേക്ക് എത്താൻ പറ്റും. എന്തുകൊണ്ടാണ് എക്സ്ട്രോവേർട്സിന് ഈ കരിയർ മേഖലയിലേക്ക് എത്തിച്ചേരാൻ നല്ല കാര്യം എന്ന് പറയുന്നത്? അതായത് കമ്മ്യൂണിക്കേഷൻ, അതോടൊപ്പം സോഷ്യൽ ഇൻട്രാക്ഷനൊക്കെ കൂടിയ മേഖലയായതുകൊണ്ട് തന്നെയാണ്. അതോടൊപ്പം എക്സ്ട്രോവേർട്സിൻ്റെ ഒരു കീ ഫീച്ചർ എന്നുള്ളത്, അതായത് ഐഫോണിനൊക്കെയുള്ള ഒരു കീ ഫീച്ചർ ഉണ്ടാവുമല്ലോ, ഒരു പ്രത്യേക കാര്യം നമ്മൾ എടുത്തു പറയാറുണ്ട്. അങ്ങനെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പെർസുവേഷൻ എന്നുള്ളത്. അതായത് ബാക്കിയുള്ള ആൾക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കാനുള്ള ആ ഒരു കഴിവ്, അത് എക്സ്ട്രോവേർട്സിൻ്റെ ഒരു കീ ഫീച്ചർ തന്നെയാണ്. സോ അത് ഇവരുടെ അടുത്തുണ്ട്. അത് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു കഴിവാണ്. സോ ആ കഴിവ് എക്സ്ട്രോവേർട്ടിൻ്റെ കയ്യിലുണ്ട്. സോ എക്സ്ട്രോവേർട്സിന് സെയിൽസ് മാർക്കറ്റിംഗ് കരിയർ മേഖലയിൽ നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റും. രണ്ടാമത്തത് PR, പബ്ലിക് റിലേഷൻസ് ആണ്. സോ മാസ് കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, പബ്ലിക് റിലേഷൻസ് മേഖലയിൽ കോഴ്സുകൾ ചെയ്ത കൂട്ടുകാർക്ക് ഈ മേഖലയിലേക്ക് ചെന്നെത്താൻ പറ്റും. സോ ഇവിടെയും എക്സ്ട്രോവേർട്സിൻ്റെ ഏറ്റവും കൂടുതൽ USP ആയി അറിയപ്പെടുന്ന നെറ്റ്വർക്കിംഗ് ഉപയോഗം വരുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട്. റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് നന്നായി അറിയുന്ന കൂട്ടുകാരാണ് എക്സ്ട്രോവേർട്സ്. അതും ഇവർക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ മീഡിയയുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള കഴിവും തീർച്ചയായിട്ടും എക്സ്ട്രോവേർട്സിന് നല്ല രീതിയിലുള്ള ഒരു യൂസ്ഫുൾ കാര്യമായിട്ട് വരുന്നുണ്ട്. അടുത്ത മേഖല എന്നുള്ളത് ഇവൻറ്റ് മാനേജ്മെൻ്റ് ആണ്. സോ ഇവിടെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റാലിറ്റി, ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സുകൾ ചെയ്ത കൂട്ടുകാർക്ക് കരിയർ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ പ്ലാനിങ്, കോർഡിനേഷൻ, അതോടൊപ്പം ഹൈ സോഷ്യൽ എൻഗേജ്മെൻറ്റ് പോലുള്ള സ്വഭാവ ഗുണങ്ങൾ എക്സ്ട്രോവേർട്സിന് ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന കരിയർ മേഖലയിൽ നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നൽകാനുള്ള സാഹചര്യം നൽകുന്നുണ്ട്. പിന്നീടുള്ളത് ഹ്യൂമൻ റിസോഴ്സ് ആണ്, HR ആണ്. HR മാനേജ്മെൻറ്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതോടൊപ്പം സൈക്കോളജി പോലുള്ള കോഴ്സുകൾ പഠിച്ച കൂട്ടുകാർക്കാണ് ഈ കരിയർ രംഗത്തേക്ക് കടന്നു വരാൻ പറ്റുന്നത്. സോ ഇവിടെ എംപ്ലോയി ഇൻട്രാക്ഷൻ, റിക്രൂട്ട്മെൻറ്റ്, അതോടൊപ്പം ടീം ബിൽഡിംഗ് പോലുള്ള കാര്യങ്ങളിൽ നല്ല രീതിയിൽ തന്നെ
എക്സ്ട്രോവേർഡ്സിന് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്ട്രോവേർഡ്സ് ആയ ഒരാൾ HR മാനേജർ അല്ലെങ്കിൽ ഒരു HR എക്സിക്യൂട്ടീവ് ആയാൽ അവർക്ക് കരിയർ സക്സസ് എന്നുള്ളത് ഓൾമോസ്റ്റ് സേർട്ടൻ തന്നെയാണ്. ഒരു ഇൻട്രോവേർട്ടിൻ്റെ കയ്യിലാണ് HR എന്ന പൊസിഷൻ ലഭിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. വളരെ ഒതുങ്ങി ആൾക്കാരോടൊന്നും അധികം ഇടപഴകാതെയുള്ള ഒരാൾ HR ആയാൽ ദാറ്റ് വിൽ ബി എ ഡിസാസ്റ്റർ. അങ്ങനെയുള്ള HRകളും ഉണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. സോ ഒരു എക്സ്ട്രോവേർട്ടിൻ്റെ കയ്യിലാണ് ഈ ഒരു പൊസിഷൻ ലഭിക്കുകയാണെങ്കിൽ ദേ ക്യാൻ ഏസ് ഇറ്റ്. പിന്നീടുള്ളത് ഹോസ്പിറ്റാലിറ്റി, അതോടൊപ്പം ടൂറിസം മേഖലയാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ്, ട്രാവൽ ആൻഡ് ടൂറിസം, അതോടൊപ്പം ഹോസ്പിറ്റാലിറ്റി മേഖല കോഴ്സ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഈ ഒരു രംഗത്തേക്ക് വരാൻ പറ്റുന്നുണ്ട്. കസ്റ്റമർ ഓറിയൻറ്റഡ് റോൾസ്, അതോടൊപ്പം ഹൈ സോഷ്യൽ ഇൻട്രാക്ഷനും അതും എക്സ്ട്രോവേർട്സിൻ്റെ കീ ഫീച്ചേഴ്സ് ആണ്. അതും തീർച്ചയായിട്ടും ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ അങ്ങനെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം മേഖലയിലും എക്സ്ട്രോവേർട്സിന് നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റും. പിന്നീടുള്ളത് ബ്രോഡ്കാസ്റ്റിങ്ങും അതോടൊപ്പം ജേർണലിസമാണ്. ഒബ്വിയസ്ലി ജേർണലിസം, മീഡിയ സ്റ്റഡീസ്, മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ കോഴ്സ് ചെയ്ത കൂട്ടുകാർക്ക് ഈ രംഗത്തേക്ക് വരാൻ പറ്റും. സോ ഈ രംഗത്തേക്ക് വരുന്ന കൂട്ടുകാരുടെ പ്രത്യേകത പബ്ലിക് സ്പീക്കിംഗ്, അതോടൊപ്പം ഇൻ്റർവ്യൂയിങ്, അതോടൊപ്പം സ്റ്റോറി ടെല്ലിംഗ് പോലുള്ള മേഖലയിലുള്ള കഴിവുകളാണ്. പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത് പല കൂട്ടുകാർക്കും ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് എൻഡ് ഓഫ് ദെയർ ലൈഫാണ്, പ്രത്യേകിച്ച് ഇൻട്രോവേർട്സിൻ്റെ കയ്യിലെത്തിയാൽ. പക്ഷേ എക്സ്ട്രോവേർട്സിന് ദേ എൻജോയ് ഹാൻഡ്ലിങ് സോ മെനി പീപ്പിൾ. അങ്ങനെയുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതോടൊപ്പം ജേർണലിസം മേഖലയിൽ അവർക്ക് നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നീടുള്ളത് പെർഫോമിംഗ് ആർട്സ് കരിയർ പാത്താണ്. ആക്ടിങ്, മ്യൂസിക്, ഡാൻസ്, തിയേറ്റർ ഈ മേഖലയിലും എക്സ്ട്രോവേർട്സിനാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റുന്നതായിട്ട് കാണപ്പെടുന്നത്. സോ ഫൈൻ ആർട്സ്, ഡ്രാമ, മ്യൂസിക്, പെർഫോമിംഗ് ആർട്സ് എന്ന രീതിയിലുള്ള കോഴ്സുകൾ ചെയ്ത കൂട്ടുകാർക്ക് ഈ ഒരു കരിയർ പാത്തിലേക്ക് ചെന്നെത്താൻ പറ്റും. ഇവിടെ സ്റ്റേജ് പ്രസൻസ്, ഇൻട്രാക്ഷൻ വിത്ത് ഓഡിയൻസ്, അതോടൊപ്പം എക്സ്പ്രസീവ് ആയിട്ടുള്ള സ്കിൽസ്, അതായത് എങ്ങനെ നിങ്ങൾ സ്കിൽസ് എക്സ്പ്രസീവ് മോഡിൽ കൊണ്ടുവരുന്നു എന്ന കഴിവുകളൊക്കെയാണ് നിങ്ങളെ ആ കരിയർ മേഖലയിൽ സക്സസ് ആക്കി മാറ്റുന്നത്. സോ ഹിയർ ഓൾസോ എക്സ്ട്രോവേർട്സ് ആർ സ്കോറിങ്. പിന്നീടുള്ളത് ഓൺട്രപ്രണർഷിപ്പാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അതോടൊപ്പം സ്റ്റാർട്ടപ്പ് മാനേജ്മെൻറ്റ് കോഴ്സുകൾ ചെയ്ത കൂട്ടുകാർക്ക് ഈ രംഗത്തേക്ക് വരാൻ പറ്റും. ഒരു പ്രത്യേക കോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓൺട്രപ്രണർഷിപ്പിലേക്ക്, മറിച്ച് ഒരു നല്ല എക്സ്ട്രോവേർട്ടിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ തിളങ്ങാൻ പറ്റുന്ന മേഖലയാണ്. പക്ഷേ ഓൺട്രപ്രണർഷിപ്പിൽ അറിയേണ്ട ചില ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഈ കോഴ്സിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഓൺട്രപ്രണർഷിപ്പിൻ്റെ മെയിൻ പില്ലേഴ്സായ നെറ്റ്വർക്കിംഗ്, ലീഡർഷിപ്പ്, അതോടൊപ്പം സോഷ്യൽ സ്കിൽസൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ എക്സ്ട്രോവേർട്സിന് ഈ ഒരു കരിയർ മേഖലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പിന്നീട് നമുക്ക് ടീച്ചിങ്ങും ട്രെയിനിങ്ങും കരിയർ പാത്തുകളാണ് മനസ്സിലാക്കാനുള്ളത് ഫോർ എക്സ്ട്രോവേർട്സ്. എഡ്യൂക്കേഷൻ, ടീച്ചിങ്, സൈക്കോളജി, കോർപ്പറേറ്റ് ട്രെയിനിങ് പോലുള്ള മേഖലയിൽ കോഴ്സുകൾ ചെയ്ത കൂട്ടുകാർക്കാണ് ഇവിടെ ചെന്നെത്താൻ പറ്റുന്നത്. തീർച്ചയായിട്ടും പബ്ലിക് സ്പീക്കിംഗ്, എൻഗേജ്മെൻറ്റ് വിത്ത് സ്റ്റുഡൻസ്, അതോടൊപ്പം ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ എക്സ്ട്രോവേർട്സിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ്. അത് അവർക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നീട് പൊളിറ്റിക്സ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനാണ് കരിയർ പാത്ത് വരുന്നത്. പൊളിറ്റിക്കൽ സയൻസ്, ലോ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നീ രംഗങ്ങളിൽ കോഴ്സുകൾ ചെയ്ത കൂട്ടുകാർക്ക് അത് എക്സ്ട്രോവേർട്സ് ആണെങ്കിൽ അങ്ങനെ ഈ കോഴ്സ് ചെയ്യുന്നത് വഴി ചെന്നെത്താൻ പറ്റുന്നുണ്ട്. സോ ഇവിടെയും നെറ്റ്വർക്കിംഗ്, സ്പീച്ച് ഡെലിവറി, അതോടൊപ്പം മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലുള്ള എക്സ്ട്രോവേർട്സിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് അവരെ ഈ ഒരു കരിയർ രംഗത്ത് തിളങ്ങാൻ സഹായിക്കുന്നത്. പിന്നീട് വരുന്നത് ലീഗൽ കരിയേഴ്സാണ്. ലിറ്റിഗേഷൻ, അതോടൊപ്പം കോർപ്പറേറ്റ് ലോ മേഖലയാണ്. ലോ, പൊളിറ്റിക്കൽ സയൻസ് കോഴ്സുകൾ ചെയ്ത, എഡ്യൂക്കേഷൻ സ്ട്രീമുകൾ ചെയ്ത കൂട്ടുകാർക്ക് വന്നെത്താൻ പറ്റുന്ന ഫീൽഡാണ്. സോ ഇവിടെയും പെർസുവേഷനും ആർഗ്യുമെൻ്റ് ചെയ്യുക, നെഗോഷിയേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള കഴിവുകൾ എക്സ്ട്രോവേർട്സിൻ്റെ കയ്യിലുണ്ട്. അത് അവർക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സോ എക്സ്ട്രോവേർട്ടായ ഒരാൾക്ക് ആർഗ്യൂ ചെയ്ത് ജയിക്കാൻ പറ്റുന്ന ഒരു കഴിവ് എന്നുള്ളത് ഒരു വേറെ ലെവൽ തന്നെയാണ്. സോ ഇൻട്രോവേർട്സിനൊന്നും ആലോചിക്കാൻ പറ്റാത്ത തലത്തിൽ അവർക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എക്സ്ട്രോവേർട്സ് ഈസിലി ബീറ്റ്സ് ഇൻട്രോവേർട്സ്. പക്ഷേ ഇൻട്രോവേർട്സിനെയും അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. അവരും ആ സ്കിൽ നേടിയെടുക്കുകയാണെങ്കിൽ പലപ്പോഴും എക്സ്ട്രോവേർട്സിനെ വരെ തോൽപ്പിക്കാറുണ്ട്. സോ അത് പ്രത്യേകം സൂക്ഷിക്കുക. പക്ഷേ എക്സ്ട്രോവേർട്സ് ജെന്യൂനായിട്ട് അവർക്കൊരു ടാലൻറ്റ് ലഭിക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്.
പിന്നീട് കസ്റ്റമർ സർവീസ്, അതോടൊപ്പം റീറ്റെയിൽ മാനേജ്മെൻറ്റ് കരിയർ മേഖലയാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റാലിറ്റി, അതോടൊപ്പം റീറ്റെയിൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ ചെയ്ത കൂട്ടുകാർക്ക് വന്നെത്താൻ പറ്റുന്ന കോഴ്സാണ്. ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ടാകും ഇവിടെ, പ്രത്യേകിച്ച് കസ്റ്റമേഴ്സുമായിട്ട്. അതോടൊപ്പം പ്രോബ്ലം സോൾവിങ് സ്കിൽസും ആവശ്യമായിട്ട് വരുന്നുണ്ട്, വിച്ച് എക്സ്ട്രോവേർട്സ് ഓൾറെഡി ഹാവ് ഇറ്റ്. അടുത്ത കരിയർ മേഖല എന്നുള്ളത് ഹെൽത്ത് കെയർ ആണ്. സോ ഡോക്ടേഴ്സ്, തെറാപ്പിസ്റ്റ്, നഴ്സസ്, കൗൺസിലേഴ്സൊക്കെ ഈ ഒരു സ്ട്രീമിൽ വരുന്നുണ്ട്. മെഡിസിൻ, നഴ്സിംഗ്, സൈക്കോളജി, സോഷ്യൽ വർക്ക് പോലുള്ള കോഴ്സുകൾ ചെയ്ത കൂട്ടുകാർക്ക് ഇവിടെ കരിയർ കണ്ടെത്താൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ പേഷ്യൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, എംപതി, അതോടൊപ്പം കമ്മ്യൂണിക്കേഷൻ പോലുള്ള കഴിവുകളാണ് വേണ്ടത്. എക്സ്ട്രോവേർട്സിന് അത് തീർച്ചയായിട്ടും ആട്രിബ്യൂട്ടുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് റിയൽ എസ്റ്റേറ്റ്, അതോടൊപ്പം പ്രോപ്പർട്ടി മാനേജ്മെൻ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ്, ബിസിനസ് സ്റ്റഡീസ് കോഴ്സുകൾ ചെയ്ത കൂട്ടുകാർക്ക് ഈ മേഖലയിലേക്ക് വരാൻ പറ്റും. നെറ്റ്വർക്കിംഗ്, നെഗോസിയേഷൻ, അതോടൊപ്പം പബ്ലിക് ഡീലിംഗ്, അതായത് ഒരു ഡീൽ സക്സസ്ഫുള്ളായി കൊണ്ടുവരാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്, വിച്ച് അഗെയിൻ എക്സ്ട്രോവേർട്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നീട് എയർലൈൻ ആൻഡ് ഏവിയേഷനാണ്. പൈലറ്റ്, ക്യാബിൻ ക്രൂ, ഗ്രൗണ്ട് സ്റ്റാഫ് എന്നീ മേഖലയിലും എക്സ്ട്രോവേർട്സിനാണ് കൂടുതൽ നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഏവിയേഷൻ മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റാലിറ്റി, ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സുകൾ ചെയ്ത കൂട്ടുകാർക്ക് വരാൻ പറ്റും. സോ ഇവിടെ കസ്റ്റമർ സർവീസ്, ടീം വർക്ക്, അതോടൊപ്പം ഹൈ ഇൻട്രാക്ഷനൊക്കെ വരുന്നുണ്ട്. അതും തീർച്ചയായിട്ടും സക്സസ്ഫുള്ളായ ഒരു കരിയർ എക്സ്ട്രോവേർട്സിന് നൽകുന്നുണ്ട്. പിന്നീട് ഫിറ്റ്നസ് ആൻഡ് വെൽനസ് മേഖലയാണ്. ട്രെയിനർ, ഡയറ്റീഷ്യൻ, യോഗ ഇൻസ്ട്രക്ടർ എന്നൊക്കെയുള്ള കരിയർ പാത്തുകളാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ, സ്പോർട്സ് സയൻസ് പോലുള്ള മേഖലയിൽ കോഴ്സുകൾ ചെയ്ത കൂട്ടുകാർക്ക് വരാൻ പറ്റുന്ന കരിയർ മേഖല. സോ ക്ലയൻസിനെ മോട്ടിവേറ്റ് ചെയ്യുക, അതോടൊപ്പം പേഴ്സണലായിട്ടുള്ള ഇൻട്രാക്ഷൻ, അതോടൊപ്പം ലീഡർഷിപ്പ് ക്വാളിറ്റീസൊക്കെ ഈ കരിയർ രംഗത്ത് എക്സ്ട്രോവേർട്സിന് സക്സസ് ആക്കാനുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ട്. പിന്നീട് പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന കരിയർ മേഖലയാണ്. അവസാനത്തെ കരിയർ മേഖലയാണ് ഫോർ എക്സ്ട്രോവേർട്സ് ഈ ഒരു ഡിസ്കഷനിൽ ഉൾപ്പെടുത്താനുള്ളത്. കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്, അതോടൊപ്പം സൈക്കോളജി, ബിസിനസ് ലീഡർഷിപ്പ് പോലുള്ള കോഴ്സുകളിൽ എഡ്യൂക്കേഷൻ നേടിയ കൂട്ടുകാർക്ക് വരാൻ പറ്റുന്ന കരിയർ മേഖലയാണ്. സോ എക്സലൻറ്റ് വെർബൽ സ്കിൽസ്, പെർസുവേഷൻ, അതോടൊപ്പം ഓഡിയൻസുമായി നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാനുള്ള എക്സ്ട്രോവേർട്സിൻ്റെ കഴിവൊക്കെ തീർച്ചയായിട്ടും ഒരു നല്ല പബ്ലിക് സ്പീക്കറാക്കി മാറ്റുന്നുണ്ട്, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആക്കിയിട്ടും മാറ്റുന്നുണ്ട്. സോ ഇതാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി എക്സ്ട്രോവേർട്സിൻ്റെ നല്ല എഡ്യൂക്കേഷൻ കരിയർ പാത്തുകളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ ഈ പറഞ്ഞ എല്ലാ കരിയർ മേഖലയിലും ഇൻട്രോവേർട്സിനും എക്സ്ട്രോവേർട്സിനെ എക്സീഡ് ചെയ്യാൻ പറ്റും, ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ഇഫ് ഇൻട്രോവേർട്സ് അവർക്ക് തോന്നലുണ്ടാകണം, അതായത് എക്സ്ട്രോവേർട്സിൻ്റെ ആ കഴിവ് ഞങ്ങൾക്ക് നേടാൻ പറ്റും, എനിക്കും ഒരു വലിയ ഗ്യാതറിങ്ങിനെ, ഓഡിയൻസിനെ, ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എനിക്കും നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും, എനിക്കും നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റും, എനിക്കും ആൾക്കാരെ ഫേസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന ഒരു തോന്നൽ വന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സ്ട്രോവേർട്സിനെ ഓവർടേക്ക് ചെയ്യുന്നുണ്ട് ഇൻട്രോവേർട്സ്. നമുക്ക് ഇന്ന് കാണുന്ന പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സും പബ്ലിക് സ്പീക്കേഴ്സും നോക്കുകയാണെങ്കിൽ എക്സ്ട്രോവേർട്സിനേക്കാളും എത്രയോ കൂടുതൽ സക്സസ്ഫുൾ പേഴ്സണാലിറ്റിയായി മാറിയിട്ടുള്ളത് ഇൻട്രോവേർട്സാണ്. സോ ഇത് എക്സ്ട്രോവേർട്സിൻ്റെ കഴിവ് കുറച്ച് കാണിക്കുകയല്ല, മറിച്ച് ഇൻട്രോവേർട്സിന് ഈ കോഴ്സുകളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇത് ഞങ്ങളുടെ മേഖലയല്ല എന്ന് മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങൾക്കും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇൻട്രോവേർട്സിൻ്റെ കോഴ്സുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയപ്പോൾ എക്സ്ട്രോവേർട്സാണ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ പറയും, അയ്യോ ഇത് വളരെ ഒരു വളരെ ബോറായ അല്ലെങ്കിൽ ബോറന്മാറികൾ ചെയ്യുന്ന കോഴ്സുകളാണല്ലോ, ഇതുപോലുള്ള കരിയറൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന രീതിയിലായിരിക്കും അവർ മനസ്സിലാക്കുന്നത്. നേരെ മറിച്ച് ഇൻട്രോവേർട്സ് എക്സ്ട്രോവേർട്സിൻ്റെ കോഴ്സുകളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത്, അയ്യോ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആൾക്കാരുമായി ഇടപഴകാനുള്ള കഴിവ് വേണം, ഇത്രയൊക്കെ ആൾക്കാരെ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു പേടിയാണ്. സോ ഇൻട്രോവേർട്സിൻ്റെ കാര്യങ്ങളിലേക്ക് എക്സ്ട്രോവേർട്സിനെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് അത് ഒരു ബോറായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ട്. മറിച്ച് ഇൻട്രോവേർട്സിനെ എക്സ്ട്രോവേർട്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന കാര്യമായിട്ടാണ്.
പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും എക്സ്ട്രോവേർട്സിന് ഇൻട്രോവേർട്സിൻ്റെ കാര്യം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അത് ബോറായ കാര്യമൊന്നുമല്ല. പക്ഷേ സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമായിട്ടുണ്ട്. നേരെ മറിച്ച് ഇൻട്രോവേർട്സിനെ എക്സ്ട്രോവേർട്സിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കും പ്രോപ്പർലി ട്രെയിൻഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ, ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. സോ കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.